മുളക് വറ്റിച്ച ചൂര മീൻകറിയും പിന്നെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി. ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാണ്. ക്യാരറ്റ് നുറുക്കി കഴുകി വെള്ളമൊക്കെ വാല് വെച്ചിട്ട് ചീഞ്ചട്ടിയിലിട്ടുണ്ട്. അപ്പം നേരിട്ട് തന്നെ ചീഞ്ചട്ടിയിലിട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി മിളക് മൂപ്പിച്ചത് കൂടി ഇരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ്. അപ്പം ഇത് ചീഞ്ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കണം. ഇതിലിപ്പോൾ എണ്ണമയം തീരെയില്ലല്ലോ. ഇനി മിളക് മൂപ്പിച്ചത് ഇടുമ്പോഴാണ് എണ്ണമയം ഉണ്ടാവുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ക്യാരറ്റ് ചൂടാവണ വരെ കുറച്ച് ഇളക്കി കൊടുക്കുക. അങ്ങോട്ട് കൊണ്ട് ഇളക്കി നല്ലപോലെ ചൂടായിന്ന് കണ്ടാൽ അതിനെ കമത്തി മൂടിയിടാം. കുറച്ച് നേരം മൂടിയിട്ട് വീണ്ടും തുറക്കുക, വീണ്ടും ഇളക്കുക, മൂടിയിടുക. അങ്ങനെ വേവണ വരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ വെള്ളം തീരെ ഇല്ലാത്തതാണല്ലോ, അപ്പോൾ കരിഞ്ഞു പോകും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറയുന്നത്. ഈ ആവി വെള്ളം വീണത് മാത്രമേ ആ എണ്ണമയം. ഇപ്പോൾ ക്യാരറ്റ് വെന്തു. അപ്പോൾ മൂപ്പിച്ച് വെച്ച മിളക് അതിലിട്ടിട്ട് വീണ്ടും ഇളക്കുക. ഇതിന് പിന്നെ അധികം വേവില്ല. ബീട്രൂട്ടാണെങ്കിൽ നമ്മൾ കുക്കറിൽ സ്റ്റീം അടിക്കണം. ഇപ്പോൾ ക്യാരറ്റ് മെഴുക്ക് വരട്ടി വെന്തു. ഇപ്പോൾ ക്യാരറ്റിന് ഇത്തിരി മധുരം ഉണ്ടെങ്കിലും ഉള്ളി മുളകൊക്കെ നല്ലോണം കാച്ചുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മധുരമൊക്കെ പോവും. ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ചൂര മീൻ കറിയാണ്. ചൂര വെട്ടുമീൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി. ചൂര നല്ല ടേസ്റ്റാണ്. ഇത് മുളക് വെറ്റിച്ചേക്കുക. കുടപ്പുളിയല്ല, ഉരുളപ്പുളി ഇട്ടിട്ടാണ് ഇതിനെ ടേസ്റ്റ് കൂടുക. കുടപ്പുളിക്കൊരു കുത്തുണ്ടാവും. ഈ കറി എരിവുള്ള മുളക് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്. കാശ്മീരി ഉള്ളി കാച്ചണ നേരത്തെ ഒരു ടീസ്പൂണ് ചേർക്കും. അപ്പോൾ ചോറ്, ക്യാരറ്റ് മെഴുക്ക് വരട്ടി, ചൂര വറുത്തത്, ഇരുമ്പമ്പുളി അച്ചാർ, പിന്നെ മീൻകറി, ചൂര മീൻകറി.